പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലവിധമായ ഭാരങ്ങളും പലവിധമായ പ്രതിസന്ധികളും വേദനകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും നാം നമ്മുടെ ഹൃദയത്തിനകത്ത് അനുഭവിക്കുന്ന ചില വേദനകളുണ്ട്. ബാഹ്യമായ കണ്ണുകളിൽ കാണുവാൻ കഴിയാത്ത, ബാഹ്യമായി തിരിച്ചറിയാൻ കഴിയാത്ത ചില വേദനകളും ചില ഭാരങ്ങളും ഒട്ടനവധി പേർ അനുഭവിക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വളരെ പരിചിതമുള്ളൊരു തിരുവചന ഭാഗമാണ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ 38 വർഷക്കാലമായി കുളക്കരയിൽ, ബെഥെസ്ദ എന്ന കുളക്കരയിൽ കിടന്നൊരു മനുഷ്യന്റെ ചരിത്രമാണ് 5-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ് ഒരു മനുഷ്യൻ യേശുവിനോട് പറയുന്ന, വളരെ വേദനയോടെ പറയുന്നൊരു ഭാഗം. ഇങ്ങനെയാണ് പറയുന്നത്. രോഗി യേശുവിനോട് പറയുക, യജമാനനെ, കുളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, തനിക്ക് ആരുമില്ല എന്നുള്ളൊരു മനോവേദന തന്നെ ഭരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പദം ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ തന്നെ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി മറ്റൊരുത്തൻ രക്ഷപ്പെട്ടു പോകുന്നു. അപ്പൊ 2 വിഷയങ്ങൾ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഒന്ന്, തനിക്ക് ആരുമില്ല എന്നുള്ളൊരു വിഷയം തന്നെ ബാധിച്ചിരിക്കുന്നു. 2, താൻ തന്നെ രക്ഷപ്പെടാനുള്ള പൊടിക്കൈകൾ, അല്ലെങ്കിൽ താൻ തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയ കുളക്കരയിലേക്ക് ചെല്ലുമ്പോൾ താൻ കാണുന്ന കാഴ്ച, തന്നെക്കാൾ വേഗത്തിൽ, തന്നെക്കാൾ മുമ്പായി മറ്റൊരുത്തൻ രക്ഷപ്പെട്ടു പോകുന്നു. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ഒട്ടനവധി പേരുടെ ഹൃദയത്തിനകത്ത് ചിന്തിക്കുന്ന ഒരു വലിയ വിഷയമാണ് ഒറ്റപ്പെട്ടു പോകുക എന്നുള്ളൊരു വിഷയം. ഒറ്റപ്പെട്ടു പോകുക. ചില വ്യക്തികളോട് ചോദിച്ചാൽ അവർ പറയും, വീട്ടിനകത്ത് എല്ലാവരും ഉണ്ട്, എല്ലാ വ്യക്തികളും ഉണ്ട്, പക്ഷെങ്കിൽ എന്തോ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുക. പാസ്റ്റർ എല്ലാവരും കുറ്റപ്പെടുത്തി കളയുക. എത്ര നന്മ ചെയ്താലും, എത്ര നല്ലത് ചെയ്താലും, നല്ലത് പറഞ്ഞാലും ഒടുവിൽ കിട്ടുന്നത് കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ്, ഒറ്റപ്പെടുത്തലുകൾ മാത്രമാണ്. നീ എന്തോ ചെയ്തു എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ, നീ ആരാ എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. പ്രൈസ് ഗോഡ്. എല്ലാവരും വീടിനകത്തുണ്ടെങ്കിലും ചിലർ ഒറ്റപ്പെട്ടു പോയി. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ചിലരെ പരിശുദ്ധാത്മാവ് തൊടുന്നത്, നിങ്ങളുടെ ആ സാഹചര്യത്തെ, നിങ്ങളുടെ ആ വിഷയത്തെ പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യുവാനിടയായി തീരും. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയത് എവിടെയാണ്? നിങ്ങൾ ആരുമില്ലാതായിപ്പോയ അവസ്ഥ എവിടെയാണ് വന്നത്? സത്യത്തിന് വേണ്ടി നിന്നിട്ട്, സ്തോത്രം, നന്മയ്ക്ക് വേണ്ടി നിന്നിട്ട്, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാതെ നിന്നിട്ടും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയോ? ആരും നിങ്ങളെ കൂട്ടാക്കാതെ പോയോ? ആരും നിങ്ങളെ ചേർക്കാതെ പോയോ? ഇന്നും പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, നിങ്ങളുടെ അരികിലേക്ക് പ്രാണപ്രിയനായ കർത്താവ് ഇറങ്ങി വരുവാൻ ഇടയായി തീരും. പ്രൈസ് ഗോഡ്. ഈ മനുഷ്യന്റെ ഭാരം എന്താണെന്നറിയോ? തന്നെ കുളത്തിനകത്താക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. തനിക്കൊരു വിടുതലിന് വേണ്ടി, തനിക്ക് താങ്ങായി നിൽക്കാൻ, തനിക്ക് തണലായി നിൽക്കാൻ ആരുമില്ലെന്നുള്ളതാണ്. ഇന്ന് ചില ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവർ ഹൃദയത്തെ തൊട്ടു പറയും, എന്നെ ഒന്ന് കരം താങ്ങാൻ, എനിക്കൊരു കരം തരാൻ, എന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കയറ്റിവിടാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയേനെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സ്നേഹിത, അങ്ങയോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അങ്ങക്ക് മാനുഷികമായ ഇടപെടലുകളോ മാനുഷികമായ ബന്ധങ്ങളോ മാനുഷികമായ കൈത്താങ്ങലുകളോ ഇല്ലെങ്കിലും
താങ്കൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ ആമേ സ്വർഗത്തിലെ ദൈവത്തിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? യേശുവിന്റെ രക്തത്താൽ ചെയ്യും. ഈ മനുഷ്യൻ പറയുന്ന ഒന്നാമത്തെ പദം, എനിക്ക് സൗഖ്യമാകണമെന്നല്ല, എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല എന്നുള്ള തന്റെ ആദ്യത്തെ അവസ്ഥ തനിക്ക് ആരുമില്ലാതായി പോയെന്ന, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെട്ടു പോയ, ആരുമില്ലാതായി പോയ, താങ്ങാനും തണലായി നിൽക്കാനും ഉള്ളവർ കൈയൊഴിഞ്ഞു പോയ അവസ്ഥയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ നിങ്ങളോട് ഇടപെടുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാണപ്രിയനായ യേശു നിങ്ങളെ അരികിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീരും. ജീസസ് നെയ്മ്. രണ്ടാമത്തെ പദം പറയുന്നത്, ഞാൻ തന്നെത്താൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മുമ്പായി മറ്റൊരുത്തൻ രക്ഷപ്പെടുന്നു. മറ്റു പലരും രക്ഷപ്പെട്ടു പോയി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ല. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് കരഞ്ഞിട്ട് ഒന്നും ഒരു പ്രയോജനവുമില്ല. ഞാൻ ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ലൈഫിനകത്തൊരു വിടുതലോ ഒരു നന്മയോ ഒരു ദൈവപ്രവൃത്തിയോ കാണുന്നില്ല. ഇനി പ്രാർത്ഥിച്ചിട്ടും വലിയ ഗുണമൊന്നും കാണുന്നില്ല. ഇങ്ങനെ ചിന്തകൾക്കകത്തിലൂടെ എന്തെങ്കിലും ഭാരങ്ങൾ കടന്നുപോയിട്ടുണ്ടോ? നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്ന പദമാണ് അടുത്ത വാക്യത്തിൽ കാണുന്നത്. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക. നാളിതുവരെ നിന്നെ താങ്ങാൻ ആരും കാണത്തില്ലായിരിക്കാം. നാളിതുവരെ നിനക്ക് തണലായി നിൽക്കാൻ ആരും കണ്ടില്ലായിരിക്കാം. ആ സ്തോത്രം, നിനക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആരും കൂട്ടാക്കാൻ കണ്ടില്ലായിരിക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു പ്രാണനാഥൻ പറയുന്നു, നീ കിടന്നിരുന്ന, ഒറ്റപ്പെട്ടു പോയ, നീ തകർന്നു പോയ, രക്ഷപ്പെടാൻ കഴിയാതെ പോയ അവസ്ഥക്കകത്തുനിന്ന് നിനക്ക് കരം തന്നു രക്ഷപ്പെടുത്താനുള്ള ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു ചോദ്യം, ഏത് സാഹചര്യമാണ് നിങ്ങളെ ഒറ്റപ്പെടുത്തി കളഞ്ഞേ? ഏതു വിഷയങ്ങളാണ് നിങ്ങളെ വേദനപ്പെടുത്തിയത്? ഏതു ഭാരമാണ് നിങ്ങളെ മുറിവേൽപ്പിച്ച് കളഞ്ഞത്? നിങ്ങൾ ഒറ്റപ്പെട്ടു പോയില്ലേ? ആരുമില്ലാതായി പോയെന്ന് പറഞ്ഞില്ലേ? ആരും നിനക്കില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചില്ലേ ആരൊക്കെയോ? പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ട് കേട്ടോ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും കേട്ടോ. കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരും കേട്ടോ. എന്റെ വിഷയത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും കേട്ടോ. ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവ്, എന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ, എന്റെ അവസ്ഥകളെ ഒന്ന് മാറ്റാൻ, ഞാൻ ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾക്കകത്തുനിന്ന് എനിക്കൊന്ന് കരം തരാൻ പരിശുദ്ധാത്മാവെ അങ്ങൊന്ന് ഇറങ്ങി വരണമേ എന്ന് ആത്മാർത്ഥതയോടെ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? വിശ്വാസത്തോടെ പറ, എനിക്ക് വേണ്ടി ഒരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി ഒരു പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളും വലിയവ ചെയ്യാൻ ആ പരിശുദ്ധാത്മാവിനെ കഴിയും. വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.